നമസ്കാരം. മഹാരാഷ്ട്രയിലെ ദുലൈയിൽ നടന്ന ദേശീയ സ്കേ മാർഷൽ ആർട്ട് ചാമ്പ്യൻഷിപ്പിൽ കേരളം 3ാം സ്ഥാനം കരസ്ഥമാക്കി. 15 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. 1ാം സ്ഥാനം ഗോവയും 2ാം സ്ഥാനം മധ്യപ്രദേശും കരസ്ഥമാക്കി. കേരളത്തിന്റെ മുഖ്യ പരിശീലകൻ എസ് പ്രദീപിന്റെ നേതൃത്വത്തിൽ 3 വർഷമായി മാർഷൽ ആർട്ട് അസോസിയേഷൻ കേരളത്തിൽ നടത്തിവന്ന പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ ഈ നേട്ടം കൈവരിച്ചത്. നമസ്കാരം, ഞാൻ ശിവരഞ്ജിനി. ഞാൻ പഠിക്കുന്നത് SN ടെക്നോളജി വടക്കേവിള BCA ഫസ്റ്റ് ഇയർ ആണ്. എനിക്ക് സ്ക്വേ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ കിട്ടി സീനിയറിൽ. ഞാൻ പഠിക്കുന്നത് പാരിപ്പള്ളി സ്പോർട്സ് അക്കാഡമിയിലാണ്. നമ്മളെ കേരളത്തിൻ്റെ ടീം കോച്ച് പ്രദീപ് സാറാണ്. സ്ക്വേ മാർഷൽ ആർട്സ് കൊണ്ടുവന്നത് ജമ്മു ആൻഡ് കാശ്മീരാണ്. അവിടുത്തെ പീപ്പിൾസിനെ എനിമീസിൻ്റെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഇവൻറ്റ് കൊണ്ടുവന്നത്. അതിൽ തന്നെ ഫൈറ്റും ഉണ്ട്, കൗശലും ഉണ്ട്. ഫൈറ്റ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് 2 വെപ്പൺസ് ഉണ്ട്. അതിൻ്റെ പേര് കടകും ദാലും എന്നാണ്. അത് 2 യൂസ് ചെയ്താണ് ഫൈറ്റ് ചെയ്യുന്നത്. കൗശലിൻ്റെ അകത്ത് കടക് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഈ കരാട്ടയിൽ കത്ത് ചെയ്യുന്ന പോലെയാണ് ഇതിൽ കൗശൽ എന്ന് പറയുന്നത്. കൗശലിൽ തന്നെ 4 ഉണ്ട്. 1, 2, 3, 4. ഞാൻ 3 ആണ് ചെയ്തത്. കൗശൽ 3 ആണ് ചെയ്തത്. ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റിൽ നിന്ന് ഉള്ള പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ഗോവ, മധ്യപ്രദേശ്, ആൻഡമാൻ, അങ്ങനെ പല സ്റ്റേറ്റിൽ നിന്നൊക്കെ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെത് കൗശൽ 3 ആയിരുന്നു. അതിൽ ഫസ്റ്റ് ഗോവയിൽ നിന്ന് വന്നൊരു പ്ലെയറിനാണ് കിട്ടിയത്. സിൽവർ എനിക്കായിരുന്നു. പല സ്റ്റേറ്റിലുള്ളവരെ കൂടെ കളിച്ചിട്ടാണ് കിട്ടിയത്. ഇതിൽ കൗശലിൽ നമ്മൾ ചെയ്യുന്ന പെർഫെക്ഷനാണ് നോക്കുന്നത്. എനിക്ക് സിൽവർ മെഡൽ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കേരള ടീം കോച്ചായ പ്രദീപ് സാറിൻ്റെ ട്രെയിനിങ്ങിലൂടെയാണ് എനിക്ക് ഇത്രയും എത്താൻ പറ്റിയത്. അതിന് സാറിനോട് നന്ദി പറയുന്നു. പിന്നെ പാരൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ ട്രെയിനിങ് നടക്കുമ്പോഴായാലും അച്ഛൻ കൊണ്ടുപോയും അവിടെ വെയിറ്റ് ചെയ്ത് കഴിയുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇന്ന് സിൽവർ വരെ വാങ്ങിക്കാൻ പറ്റിയത്. ഇതെൻ്റെ ഫസ്റ്റ് നാഷണൽസ് ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് മെഡലുമായിട്ട് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി നൽകിയ സ്വീകരണം എനിക്ക് വളരെ സന്തോഷമായി. അജി സാർ എൻ്റെ അങ്കിളാണ്. അപ്പോൾ മാമനും ഫാമിലിയുമാണ് എല്ലാം ഒരുക്കിയത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പെൺകുട്ടികളുടെ ടീം ക്യാപ്റ്റൻ കൂടിയായ ശിവരഞ്ജിനി SS വെള്ളി മെഡൽ കരസ്ഥമാക്കി. മത്സരത്തിൽ 3ാം സ്ഥാനം നേടി തിരിച്ചെത്തിയ ടീമിലെ അംഗങ്ങളായ അബി കൃഷ്ണനും ശിവരഞ്ജിനിക്കും വർക്കല റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വൻ സ്വീകരണം നൽകി കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വരവേൽപ്പ് നൽകി. ഇവിടെ
അമ്മാമ തിരിഞ്ഞില്ല അമ്മാമ വർക്കലയിൽ നിന്ന് ഞാനും പിന്നെ അബി കൃഷ്ണ എന്ന് പറഞ്ഞ +1 പഠിക്കുന്ന ഒരു കുട്ടിയുമായിരുന്നു മെഡൽ വാങ്ങിയത്. ബാക്കി എല്ലാവരും പാളയംകുന്ന്, പാരിപ്പള്ളി ആ സ്ഥലത്തൊക്കെയാണ്. നമ്മൾ രണ്ടുപേരായിരുന്നു വർക്കലയിൽ നിന്ന് പോയത്. മഹാരാഷ്ട്രയില് ദുലയില് സായി കൃഷ്ണ റിസോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചായിരുന്നു ഈ മാച്ച് എല്ലാം നടന്നത്. 15 സ്റ്റേറ്റിൽ നിന്ന് ടീമുകൾ ഉണ്ടായിരുന്നു ദുലയില് കോമ്പറ്റീഷന് വരാൻ. അവരോടൊക്കെ മത്സരിച്ചിട്ടാണ് എനിക്ക് സിൽവർ മെഡൽ കിട്ടിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മാഷായ പ്രദീപ് സാറിനോട് വളരെ അധികം നന്ദി പറയുന്നു. ഇതാണ് എനിക്ക് കിട്ടിയ സിൽവർ മെഡല്. പ്രദീപ് സാറിന്റെ ട്രെയിനിങ് കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. അതിന് എനിക്ക് സാറിനോട് വളരെയധികം നന്ദിയുണ്ട്. മോൾക്ക് ഈ മെഡൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ സ്വീകരണം നൽകിയവർക്കും എല്ലാവർക്കും വളരെ നന്ദി പ്രകടിപ്പിക്കുന്നു. പ്രത്യേകിച്ച് കേരള കോച്ച് ആയ പ്രദീപ് സാറിനോടും വളരെയധികം നന്ദിയുണ്ട്. മെഡൽ കരസ്ഥമാക്കി തിരിച്ചെത്തിയ കേരളത്തിന്റെ അഭിമാനമായ ഈ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.